ഈ ഫോറത്തിൽ വന്ന ഏറ്റവും വലിയ പ്രശ്നമുണ്ട് അതാണ് P5 പാർക്കിംഗ് കിട്ടിയാണ്. ഏറ്റവും മെനക്കെട്ട ഒരു ഡിസൈനാണ് ഇതിൻ്റെ പാർക്കിംഗ്. എന്ത് ചെയ്യാനായിട്ടാണ് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് വന്നേക്കുവാണ്. അതേകൊണ്ട് ടോയ്സ്, ഫുഡ്, ഇങ്ങനെയുള്ള ഐറ്റംസ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. ഫൈനലി കുറേ സാധനങ്ങൾ വാങ്ങിച്ച് ഇറങ്ങിയേട്ടാ. മാർക്കറ്റിനെക്കാട്ടും വില കുറവ് ഇവിടെ ബീഫിലൊക്കെ. പിന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട പീസ് കിട്ടുകയും ചെയ്യും. ഇവിടെ വന്നൊക്കെ ബീഫ് എടുക്കണം നല്ലത്. ഇനി ആദ്യക്കുട്ടന് ഒരു ടോയും കൂടെ വാങ്ങിച്ച് കഴിഞ്ഞാൽ സമാധാനം. നാളത്തേക്ക് ഗിഫ്റ്റ് വേണ്ടി അത് ഇനി നോക്കണം. ഇവിടെ ഭയങ്കര വിലയാണ് ഹാംസ്ലി എന്താണ് അതിൻ്റെ പേര്, ഞാൻ മറന്നുപോയി. അതിൻ്റെ കയ്യിൽ ഭയങ്കര വിലയാണ്. അപ്പോൾ ഇവിടെ അടുത്ത് ഫ്രിസ്ബി ഉണ്ടല്ലോ, അപ്പോൾ ഫ്രിസ്ബി പോയിട്ട് അവനൊരു ടോയും കൂടെ എടുത്തു കഴിഞ്ഞാൽ സമാധാനമായി. നല്ല വില കേട്ടോ, നല്ല ലാഭമാണ് കേട്ടോ. ഇവിടെ നിന്ന് മീറ്റൊക്കെ എടുക്കണം നല്ലത്. നമ്മൾ മാർക്കറ്റിൽ പോയി എടുത്തു കഴിഞ്ഞാൽ ആ തിരക്കും പിന്നെ അവർ പറയണ വിലയും ഇവിടെ 10-40 രൂപയോളം ലാഭം കിലോയ്ക്ക്. പിന്നെ നമ്മുടെ ഇഷ്ടപ്പെടുന്ന പീസും കിട്ടും. അവിടെയൊക്കെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു സ്റ്റേക്ക് പീസിന് വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വെട്ടാനും അറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ല. ഇവിടെ കറക്റ്റ് മെഷീൻ കട്ടിങ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളും ഉണ്ട്. പിന്നെ എങ്ങനെയെന്ന് അറിയില്ല, എന്തായാലും ലാഭത്തിന് കിട്ടും. പക്ഷെ എൻ്റെ ആരും എത്തിയേട്ടാ അതുകൊണ്ട് അപ്പം തന്നെ മണ്ടിക്കേറ്റിരുന്നു. ഞാനൊന്ന് ടോയ് വാങ്ങിച്ചിട്ടുണ്ട്, പാക്ക് ചെയ്ത് വെച്ചേക്കാൻ, നാളെ കൊടുക്കുക. അതുകൊണ്ട് എന്താണ് അപ്പം വേണ്ടേ? അപ്പം കഴിക്കുവാണ? അപ്പം ബീഫ് സ്റ്റൂ ക്രിസ്മസ് ആയിട്ട് കഴിക്ക്. ഹാപ്പി ക്രിസ്മസ്, മെരി ക്രിസ്മസ്. ക്ഷീണം. ക്രിസ്മസ് ആയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കോട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് നോക്കി അപ്പവും ബീഫ് സ്റ്റൂ. ഒരുത്തി അവിടെ എണ്ണീറ്റിട്ടില്ല ഇന്നലെ. അമ്മ നീങ്ങിയമ്മ കണ്ട, ഇന്നലെ 6 മണിക്ക് കിടന്നത്. അവൾക്ക് ഇന്നലെ വർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതേ കിടക്കണത്. അവൻ അവിടെ വിളിപ്പിക്കാനായിട്ട് നോക്കണുണ്ട്, എണ്ണിപ്പിക്കാനായിട്ട് നടക്കണില്ല. നല്ല എണ്ണീറ്റാ. അയ്യാ വീട് വെള്ളം കളയല്ലേ അത് കൂട്ടാ. വെള്ളം കുടിച്ചേ, മര്യാദ കുടിച്ചേ. മേത്ത് മുഴുവനായി. തോമസ് ട്രെയിൻ എന്താടാ, അതൊക്കെ എന്റെ ഫേവറേറ്റ് ആണ്. ഓ ഒരാൾ കുളിച്ചിട്ടില്ലെന്ന് പറഞ്ഞിരിക്കണേക്ക് എടുക്കല്ലെന്ന് തന്നെ ഞാൻ എടുക്കും. ഇത് കണ്ട, ഇതാട്ടാ ഞങ്ങളുടെ ക്രിസ്മസ് ഫുഡ്. പിന്നെ കുറച്ച് വൈനും ഇത്രയുള്ളൂ. ഞാനും കുളിച്ചിട്ടില്ല, കുളിക്കണം. അതൊക്കെ കടത്തി ഉറക്കിയതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് എന്താ കേക്ക് ഉണ്ടാക്കാൻ പോവുക. കേക്ക് എന്ന് പറയുമ്പോൾ ഞങ്ങൾ വനീല വിത്ത് സ്ട്രോബെറി ഫില്ലിങ്സ് അങ്ങനെ എന്തൊരു കേക്ക് ഉണ്ടാക്കാൻ പോവുക. ഞങ്ങളിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് ഈ സംഭവം. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, എൻ്റെ പാവൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ഏതായാലും നോക്കാം. ഞാൻ തൽക്കാലം ബട്ടറും നമ്മുടെ ഷുഗറും കൂടി ഇട്ട് എന്താ പറയുക മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് ബാറ്ററിലെ ലാസ്റ്റത്തെ മുട്ട ഇടണേ. ഓൾറെഡി ഞാനിപ്പോൾ 4 മുട്ട, ഇത് 4ാമത്തെ മുട്ട, 3 മുട്ട ഇട്ട് ബീറ്റ് ചെയ്ത് ഇതിന് ലാസ്റ്റ് മുട്ട ഇട്ട് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാം ആഡ് ചെയ്തിട്ട് പിന്നെ മിക്സ് ചെയ്തിട്ട് നമ്മളെന്താ ബാക്കി പ്രോസസ്സ് ചെയ്യും. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് എൻ്റെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ കേക്ക് ബാറ്റർ ഇനി നമുക്ക് നോക്കണം അത് എത്ര ശരിയായിട്ടുണ്ടോ അല്ലേന്ന്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്തതിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ലൈക്ക് ബാറ്റർ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. വനീലയുടെ ഫ്ലേവറൊക്കെ നല്ലോണം എൻഹാൻസ് ആയി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് 25-30 മിനിറ്റ്സ് നമുക്കൊന്ന് ബേക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ എന്താ പറയുക ടെക്സ്ചറും നമ്മുടെ എന്താ പറയുക ഫൈനൽ റിസൾട്ട് എങ്ങനെയായിരിക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിന് ഫില്ലിങ്ങിന് വേണ്ടി നമ്മൾ കുറച്ച് സ്ട്രോബെറീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫോറമോളിൽ പോയിട്ട്. അപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് എന്താ പറയുക ഷുഗറിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സിറപ്പ് പോലത്തെ ഉണ്ടാക്കണം. സിറപ്പ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഫില്ലിങ് പോലത്തെ ഉണ്ടാക്കിയിട്ട് കേക്കിൻ്റെ നടുക്ക് നമുക്ക് ഇടാനാണ്. അതാണ് നമ്മുടെ സ്ട്രോബെറി ഫില്ലിങ് മിസ്റ്റ് വരുന്നുണ്ടല്ലോ. ഇതാണ് സ്ട്രോബെറി ഫില്ലിങ് നമ്മുടെ കേക്കിൻ്റെ. ഡാഡ അങ്ങനെ ഇപ്പം കേക്കിൻ്റെ എന്താ ഷേപ്പ് ചെയ്യണേ എനിക്ക് ഷേപ്പ് ചെയ്യാനായില്ല, അതുകൊണ്ട് അവൻ ചെയ്തോളാന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൻ ചെയ്യണേണ്, ഞാൻ അതുകൊണ്ട് മാറിയിരുന്നു. ഞങ്ങൾക്ക് ഓവൻ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഓവൻ യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അതുകൊണ്ട് ഞങ്ങളത് സോസ് പാനിലുണ്ടാക്കി തട്ടിക്കുട്ടിയുള്ള കേക്ക് എന്ന് പറയില്ലേ, ഇതാണ് നമ്മളുണ്ടാക്കി. അതെ, സ്റ്റോറേജ് യൂണിറ്റ്.
ഇതെന്താ ഇത്? വാ, ഗിഫ്റ്റ് ഗിഫ്റ്റ് അടുത്തോ. അതുകൊണ്ട് ഗിഫ്റ്റ് എടുക്ക്. ധൃതിയായി. ഓ ഇല്ല. എന്താ അത്? പൊളിക്ക്. ആയ് മെരി കൃഷ്ണേ. ആ തലയിരിക്കട്ടെ. ഓ വേണ്ട, ഞങ്ങക്ക് വേണ്ട അത്. ക്രിസ്മസ് ഗിഫ്റ്റാണ് ഡാറ്റയുടെ അമ്മമ്മയുടെ. അത് അയാൾ കുറെ ഇട്ട് ഇതാക്കി ഡിസ്ട്രിക്ട്. അത് അങ്ങനത്തെ ഒരു ഷേപ്പ് ആയതുകൊണ്ട് അയാൾ തോന്നണത്തൊക്കെ സെലോട്ടേപ്പിട്ട് വെച്ചേക്ക. അത് പൊട്ടൽ ആകാംക്ഷയോടെ നോക്കുവാണ് എന്താണ് സംഭവം, എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ സാറല്ല പൊളിച്ചോ. ഹായ് പൊലിച്ചെടുക്കങ്ങ്. പൊളിക്കല്ലേ അതങ്ങനെ മര്യാദക്ക് പൊളിക്കാത്. ട്രെയിനല്ല, ട്രെയിൻ പോലെയുള്ള കാറ്. ട്രാക്ക്, അത് ട്രാക്കാണ്. എന്താണോ ഇത്? കുഞ്ഞിക്കാറ്. ബിൽഡ് ചെയ് പെട്ടെന്ന്, ഒന്ന് കാണട്ടെ. ഡാഡ ബിൽഡ് ചെയ്യണേ അതുകുട്ടന് വേണ്ടി ഹോട്ട് വീൽസിന്റെ സെറ്റ്. അവിടെ അതുകുട്ടൻ ദേ വണ്ടി കൊണ്ട് കളിക്കണേ. ഞങ്ങൾ പാലം റെഡി ആവണ വരെ ഞങ്ങൾ ടേബിളിൽ പാലം കളിച്ചോളാം അല്ലേ അതുകുട്ടാ? അല്ലേ? എന്റെ ദൈവമേ, ഡാഡ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഉണ്ടാക്കണതിരുന്നുകൊണ്ട്. സത്യം പറയടാ, നീ നിനക്ക് വേണ്ടിയാണോ വാങ്ങിച്ചത് കൊച്ചിന് വേണ്ടിയാണോ വാങ്ങിച്ചത്? നീ നിനക്ക് വേണ്ടിയല്ലടാ വാങ്ങിച്ചത്. നീ പാതി കളിപ്പാട്ടം നിനക്ക് വേണ്ടിയാ വാങ്ങിക്കണേ അവന്റെ പേരും പറഞ്ഞു. ആ കണ്ടാ കൊച്ചും പറയണ്. അവന് ബോക്സ് മതി. ഡാഡാ ഞങ്ങക്ക് ബോക്സ് മതിട്ടാ. ഒളിഞ്ഞോണ് ബോക്സിലോട്ടൊക്കെ. അതുകൂടെ നടുക്ക് കയറി കളിക്കണേ. ഇതെല്ലാം ബിൽഡായി കഴിഞ്ഞിട്ട് അവൻ നടുക്കിരുന്നല്ല വാവച്ചി കളിക്കേണ്ടത്. ഒയ്യോ പോയി. ഇങ്ങോട്ട് നോക്കിയ തോന്നി. ഹായ്, അതുകൂടെ കളിയായിട്ടാ. പുതിയ കാറിൽ പുതിയ ട്രാക്കിൽ കളിച്ചോണ്ടിരിക്കുക. അതൊക്കെ അവിടെ കളിയായിട്ടാ. ഇത് എക്സ്റ്റൻഷൻ പാക്കാണ്. ഒരെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ഇതിൽ കുറേ ഇത് വാങ്ങിച്ചു കൊടുത്താൽ അതുകൊണ്ട് ഫുൾ സെറ്റ് ആവുള്ളൂ അല്ലേ? പക്ഷെ അതിന് മുമ്പ് രണ്ടാമത്തെ വാങ്ങുമ്പോഴേക്കും ആദ്യത്തെ ചീത്തേക്കും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ഫൈനൽ പ്രൊഡക്റ്റ് കേക്ക്. ആദ്യമായിട്ട് ഉണ്ടാക്കണ കാരണം കൊണ്ടാ കുറച്ച് കുളമായി, എന്നാലും കുഴപ്പമില്ല. കഷ്ടപ്പെട്ട് ഉണ്ടാക്കി. കട്ടി കൂടി പോയി. സിറപ്പ് ഒഴിച്ചില്ല. ഇടി കത്തി എടുത്ത് ചെയ്യടി. അത് വേണ്ടടി. അതിന് കത്തിയതൊന്നും പറയാൻ പറ്റില്ല. ഹാപ്പി ബർത്ത്ഡേ, മേരി ക്രിസ്മസ് എന്നല്ല, മേരി ഹാപ്പി ക്രിസ്മസ്, മേരി ക്രിസ്മസ് ഇതൊക്കെ പറ. ആ ക്രീം കൊടുക്കണ്ടായിരുന്നു. ക്രീം നമ്മളുണ്ടാക്കി ആരോടെ ടെൻഷൻ. എല്ലാം നമ്മളുണ്ടാക്കി. ഇത് എല്ലാം A to Z ഞങ്ങൾ ഉണ്ടാക്കിയതാട്ടാ. സ്ട്രോബെറി വരെ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാ. ഞങ്ങൾ ഉണ്ടാക്കിയതല്ല. സിറപ്പിടാൻ മറന്നു പോയതല്ലേ സാർ.
ഞങ്ങളിപ്പോ രാത്രി പുറത്തോട്ട് പോണെന്ന് വെച്ചാൽ അങ്ങനെ പുറത്തോട്ട് പോണേയല്ല, ഞങ്ങള് മമ്മിയുടെ അടുത്ത് പോണേ ഐസ്ക്രീം കേക്ക് അടക്കാൻ പോണേ. അതെ, ഞങ്ങൾ ഉണ്ടാക്കിയ കേക്ക് മമ്മിക്കും ഒന്ന് കൊണ്ടേ കൊടുക്കണം. ശരിയായില്ലെങ്കിലും നമ്മള് കൊണ്ടേ കൊടുക്കണം. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ സിറപ്പൊന്നും ഒഴിച്ചില്ല, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അതെ, കുറച്ച് കട്ടിയായി, ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ക്രീം ഇല്ലേ, ക്രീം നമ്മൾ ഉണ്ടാക്കാൻ പഠിക്കണം കുറച്ചും കൂടെ. അതെ, ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കാൻ പഠിക്കണം നമ്മൾ. ന്യൂ ഇയറിന് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഉണ്ടാക്കാം. അതെ, ഞങ്ങൾ ഈ ഒരു പ്രാവശ്യം കൂടി ന്യൂ ഇയറിന് പരീക്ഷിക്കും അല്ലെ, ടെസ്റ്റ്. അന്നും കൂടി സക്സസ് ആയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നിർത്തുവോ? ഓക്കെ, നെവർ ക്വിറ്റിംഗ്. അതെ, ഞങ്ങള് എന്താണ് ആമച്ചേഴ്സ് ആണല്ലേ, നോട്ട് പ്രൊഫഷണൽസ്, വി ആർ ആമച്ചേഴ്സ്. അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കണ കേക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവത്തുള്ളൂ. ആദ്യക്കുട്ടൻ നല്ലോണം തിന്നു. ആദ്യക്കുട്ടൻ എന്താ പറയാ, നല്ലോണം കേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 2 പീസ് കഴിച്ചില്ലേ, വലിയ പീസ്, 2 പീസ് വലുത് കഴിച്ചിട്ട് ഇതേ ഇരിക്കണണ്ടില്ലേ ഞങ്ങള്. അയ്യോ, വണ്ടി ഭയങ്കര അനക്കം. ഇന്ന് എങ്ങും പോയിട്ടില്ല അല്ലേ? അതെങ്ങനെ ഡാഡിയും മോനും കൂടി കിടന്ന് ഉറങ്ങണായിരുന്നു. അതെ, ലേസി ക്രിസ്മസ് ആയിരുന്നു ഞങ്ങളുടെ ലേസി ക്രിസ്മസ്. എന്തു പറ്റിയപ്പോ വണ്ടി കൂക്കു എന്നാ? എന്താ പെരുന്നാൾ, പറഞ്ഞാള് എന്താ പെരുന്നാള് അല്ലേ? ഓ, ക്രിസ്മസിന്റെ ആഘോഷാണോ? ഓക്കെ. ആദ്യക്കുട്ടൻ ഗെയിം എന്താ വിൻഡോ ഒക്കെ തുറന്നിട്ട് കാറ്റ് കൊണ്ടിരിക്കണേ. അവന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയേ, മനു നോക്കിയേ മുത്തപ്പണി. അതുകൂട്ടൻ എൻജോയ് ചെയ്യണേ അല്ലേ ക്രിസ്മസ് നൈറ്റ് റൈഡ്. എന്താ ഇത്? ഇത് ക്രിസ്മസിന്റെ തന്നെയാടാ. കൊറേ ഉണ്ടല്ലോ. ടാറ്റ പറയോ അമ്മ അടുത്ത്? ഒരു ഉമ്മോടത്തേക്ക് അത് കുട്ടാ വണ്ടി എടുത്തോണ്ട് പോണേ. പോയിട്ടാരാട്ടാമേ. ഞങ്ങള് മമ്മി അടുത്തൊന്ന് സാധനങ്ങളൊക്കെ എടുത്തു. സാധനങ്ങൾ എന്ന് പറയാൻ എന്തേ, ഒരു നിറയെ സാധനത്തിന് പോണേയാണല്ലേ. ഞങ്ങൾ വന്നത് ഐസ്ക്രീം കേക്ക് എടുക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. പക്ഷെ ഞങ്ങളിപ്പോ മീന് കൊച്ചിന്റെ കുറച്ച് ഇംഗ്ലീഷിൽ പറയാം ക്യാൻഡീസ്, മലയാളത്തിൽ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരത് കേട്ട് കഴിഞ്ഞാൽ അവനപ്പ വേണം. അതുകൊണ്ട് ഞങ്ങളത് ക്യാൻഡീസും എടുത്തോണ്ട് പോവാണ്. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോണേ. പാട്. അത് മരൊക്കെ പാറാ. HI JK ഓപ്പൺ മൗത്താ. അതൊക്കെ ഓപ്പൺ മൗത്ത് വന്ന് ചോറ് കഴിക്കാ. ചിക്കനും ഉണ്ട്. ചോറ് കഴിക്ക്. ഫ്രൈഡ് റൈസ് വഴക്കെട്ടിരിക്കല്ലേ. ഓറഞ്ച് കഴിക്കാത്തതിനുള്ള വഴക്കെട്ടുകളുടെ പാട്ടാ അവിടെ കാണുന്നത്. ഫ്രൈഡ് റൈസ് വേണം. ഫ്രൈഡ് റൈസ് എനിക്ക് 9 ഒരാളെ ഫുഡ് കഴിപ്പിക്കണ പാടാട്ടത് കണ്ട. ഈ വീടിനുള്ളിൽ ഒരു അമ്യൂസ്മെന്റ് പാർക്കിനുള്ള ഒരുമിക്ക എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഞങ്ങൾ എല്ലായിടത്ത് റൂമിൽ കയറ്റി വെച്ചേക്കുക. ഈ റൂമിൽ ഇതൊക്കെ അവരുടെ സ്ഥിരം കളിക്കുന്ന സാധനങ്ങളായതുകൊണ്ടാണ് ഇതൊക്കെ വെച്ചേക്കണത്.
ഒരു വയസ്സ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് വീഗാലാൻഡിൽ പോവാം അല്ലേ? വീഗാലാൻഡ് വണ്ടർലേ ഹൈറ്റ്. ആ അത് മാത്രം മതി. ഓ അതും ശരിയാണല്ലോ. ഫുഡ് കഴിക്കാൻ പാടാണ്. വീഴും അതോ? തീർന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരി, ഇങ്ങോട്ട് തിരി. തല ഇറക്കും എടാ. ആദ്യം വീണപ്പോ അത് മനപ്പുറം വീണതല്ല കേട്ടാ, ഇപ്പൊ മനപ്പുറം വീണാണ്. അപ്പോ എല്ലാരും കിടന്നുറങ്ങിയേട്ടാ. അവനെ കിടത്തി ഉറക്കി ഞാൻ, പിന്നെ മനു കിടന്നുറങ്ങി. ഞാൻ കുറച്ചേരം എന്തെങ്കിലും കണ്ടിട്ട് ഞാനും കിടന്നുറക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എന്തായാലും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങളും അത്രക്ക് ഗ്രാൻഡായിട്ടൊന്നും ആഘോഷിച്ചില്ല, ചെറിയ രീതിയിൽ ആഘോഷിച്ചത്. അപ്പോൾ എന്തായാലും ടാറ്റ.